ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നമ്മൾ തൊട്ട് മുന്നേ ആയിട്ട് ട്രയൽ ഓഫ് വാറന്റ് കേസ്, ട്രയൽ ഓഫ് സമൻസ് കേസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. അപ്പൊ നമ്മൾ ഇന്നിവിടെ നോക്കുന്ന കമൻസ്മെന്റ് ഓഫ് പ്രൊസീഡിങ്സ് ബിഫോർ മജിസ്ട്രേറ്റ് ആണ്. ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഒരു കേസ് വന്നു കഴിയുമ്പോൾ എന്ത് പ്രൊസീഡിങ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നോക്കുന്നത്. ഒരു മജിസ്ട്രേറ്റ് ഒരു ഒഫൻസിൽ കൊഹിനൈസൻസ് എടുത്തു കഴിയുമ്പോൾ, കൊഹിനൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒഫൻസിനെ പറ്റി അവെയർ ആയിട്ട് അതിൻ്റെ ഒരു ആക്ഷൻ എടുക്കുന്നതിനാണ് കൊഹിനൈസൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൊഹിനൈസൻസ് എടുത്തു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. അപ്പൊ മജിസ്ട്രേറ്റ് ഒരു പോലീസ് റിപ്പോർട്ടിന്റെ ബേസിലോ അല്ലെങ്കിൽ കംപ്ലൈന്റിന്റെ ബേസിലോ ഒരു ഒഫൻസിൽ കൊഹിനൈസൻസ് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മജിസ്ട്രേറ്റിന് തോന്നി ഈ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ സഫിഷ്യന്റ് ഗ്രൗണ്ട്സ് ഉണ്ട് എന്ന് മജിസ്ട്രേറ്റിന് തോന്നിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഈ ഫോളോയിങ് സ്റ്റെപ്സ് ആയിരിക്കും എടുക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അക്യൂസ്ഡിന് പ്രോസസ് ഇഷ്യൂ ചെയ്യും അണ്ടർ സെക്ഷൻ 237 സബ്സെക്ഷൻ 1 ഓഫ് ദ സംഹിത പ്രകാരം. ഇപ്പോൾ ഒരു സമൻസ് കേസ് ആണെങ്കിൽ മജിസ്ട്രേറ്റ് ആണെങ്കിൽ അക്യൂസ്ഡോട് അപ്പിയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു സമൻസ് ഇഷ്യൂ ചെയ്യും. അതേ സമയത്ത് ഒരു വാറന്റ് കേസ് ആണെങ്കിൽ മജിസ്ട്രേറ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യും. ഇപ്പൊ മജിസ്ട്രേറ്റിന് തോന്നുകയാണ് സമൻസ് ഇഷ്യൂ ചെയ്താൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് എന്താണ് സമൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഈ ഒരു വാറന്റ് കേസിൽ ആ അക്യൂസിനോട് തൻ്റെ മുന്നിൽ തനിക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ ചെയ്യുന്ന ആ മജിസ്ട്രേറ്റിന് തന്നെ തൻ്റെ മുന്നിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി കമ്പൽ ചെയ്യാം. ഇപ്പം ആ സമൻസ് ഇഷ്യൂ ചെയ്യുന്ന മജിസ്ട്രേറ്റിന് ജൂറിസ്ഡിക്ഷൻ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സമൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ അപ്പിയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കമ്പൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ സമൻസ് ആണെങ്കിലും വാറന്റ് ആണെങ്കിലും ഇലക്ട്രോണിക് മീൻസ് വഴി സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു സമൻസ് കേസ് ആണെങ്കിൽ സമൻസ് ഇഷ്യൂ ചെയ്യും, വാറന്റ് കേസ് ആണെങ്കിൽ വാറന്റ് ഇഷ്യൂ ചെയ്യും. പക്ഷെ നമ്മുടെ മജിസ്ട്രേറ്റിന് തോന്നുകയാണ് സമൻസ് ഇഷ്യൂ ചെയ്താൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു വാറന്റ് കേസിൽ വേണമെങ്കിൽ സമൻസ് ഇഷ്യൂ ചെയ്യാം. എന്തിനാണ്? അദ്ദേഹത്തിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തിന് ജൂറിസ്ഡിക്ഷൻ ഇല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരു മജിസ്ട്രേറ്റിന്റെ മുൻപിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി. സമൻസ് ആണെങ്കിലും വാറന്റ് ആണെങ്കിലും ഇലക്ട്രോണിക് മീൻസ് വഴി സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. When the accused appear or is brought before the magistrate, നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ സമൻസ് ഇഷ്യൂ ചെയ്തു, വാറന്റ് ഇഷ്യൂ ചെയ്തു, അതിനുശേഷം നമ്മുടെ അക്യൂസ്ഡ് ഒന്നെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അപ്പിയർ ചെയ്യുന്നു അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് അക്യൂസ്ഡിനെ കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മജിസ്ട്രേറ്റ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെയും കോപ്പീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മുടെ അക്യൂസ്ഡിന് പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഓൺ ദ ബേസിസ് ഓഫ് പോലീസ് റിപ്പോർട്ടിന്റെ ബേസിസിലാണ് ഈ കേസിൽ നമ്മുടെ മജിസ്ട്രേറ്റ് കൊഹിനൈസൻസ് എടുത്തതെങ്കിൽ പോലീസ് റിപ്പോർട്ടിന്റെ കോപ്പി, എഫ്ഐആറിന്റെ കോപ്പി, അതുപോലെ തന്നെ സെക്ഷൻ 180 ഓഫ് ദ സംഹിത പ്രകാരം റെക്കോർഡ് ചെയ്ത വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പീസ്, അതുപോലെ തന്നെ സെക്ഷൻ 183 ഓഫ് ദ സംഹിത പ്രകാരം കൺഫഷൻ സ്റ്റേറ്റ്മെന്റ്, റെക്കോർഡ് ചെയ്ത കൺഫഷൻ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പീസ്, ഇത്രയും പോലീസ് റിപ്പോർട്ടിന്റെ ബേസിസിലാണെങ്കിൽ നമ്മുടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അക്യൂസ്ഡിന് ഇത്രയത്തിന്റെ കോപ്പീസ് കൊടുക്കും. ഇപ്പൊ പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ ബേസിലാണെങ്കിൽ സെക്ഷൻ 223 പ്രകാരം കംപ്ലൈന്റിന്റെ വിറ്റ്നസിന്റെ റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പീസ്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പ്രോസിക്യൂഷൻ കോൾ ചെയ്യാൻ സാധ്യതയുള്ള മറ്റു ഡോക്യുമെന്റ്സിന്റെ കോപ്പീസ്, ഇത്രയും രണ്ടിന്റെയും കോപ്പീസ് നമ്മുടെ അക്യൂസ്ഡിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കൊടുക്കും ഇഫ് ദ കേസ് ഈസ് ബേസ്ഡ് ഓൺ എ പ്രൈവറ്റ് കംപ്ലൈന്റ്. അതിനുശേഷം ഇങ്ങനെ കോപ്പീസ് ഒക്കെ കൊടുത്തതിന് ശേഷം കമ്മിറ്റൽ ഓഫ് കേസ് ടു കോർട്ട് ഓഫ് സെക്ഷൻ 232 ഓഫ് ദ സംഹിതയാണ് പറയുന്നത്. ഇപ്പം ഈ കേസ് കോർട്ട് ഓഫ് സെക്ഷൻ ആണ് ട്രയബിൾ ആയിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ മജിസ്ട്രേറ്റ് ഈ എത്രയും പെട്ടെന്ന് ഈ കേസിനെ കോർട്ട് ഓഫ് സെക്ഷനിലേക്ക് കമ്മിറ്റ് ചെയ്യും.
ട്രയലിന് വേണ്ടി. അതുപോലെ തന്നെ എന്താണ് മജിസ്ട്രേറ്റ് ഈ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കേസ് റെക്കോർഡും റെലിവന്റ് ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്ത് എല്ലാ ആർട്ടിക്കിൾസും കോർട്ട് ഓഫ് സെക്ഷന് സെൻഡ് ചെയ്യും ഇമ്മീഡിയറ്റ്ലി. അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് ഇങ്ങനെ ഒരു കമ്മിറ്റൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റലിനെ പറ്റി പബ്ലിക് പ്രോസിക്യൂട്ടറിനെ നോട്ടിഫൈ ചെയ്യുകയും വേണം. ഇനി അടുത്തത് ടൈം ലിമിറ്റ് ഫോർ കമ്മിറ്റൽ പ്രൊസീഡിംഗ് ആണ്. നമ്മുടെ എൻറ്റയർ പ്രോസസ്സ് നോർമലി 90 ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഫ്രം ദ ഡേറ്റ് ദ മജിസ്ട്രേറ്റ് ടേക്ക് കൊഗ്നൈസൻസ്. മജിസ്ട്രേറ്റ് ഒരു ഒഫൻസിൽ കൊഗ്നൈസൻസ് എടുത്തു കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിലാണ് ഈ എൻറ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ഒരു 180 ഡേയ്സ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. 90ൽ നിന്ന് 180 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ റീസൺസ് റൈറ്റിങ്ങിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്